ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വിശുദ്ധ മരിയ ഫൗസ്തീനയുടെ ഡയറി കുറിപ്പുകൾ. 1933 ഫാദർ ആൻഡ്രാഷ് SJ വഴി എനിക്ക് ലഭിച്ച ആത്മീയ ഉപദേശം. ഒന്നാമതായി, ഈ ഉൾപ്രേരണകളെ നീ അവഗണിക്കരുത്. എന്നാൽ എപ്പോഴും നിന്റെ കുമ്പസാരക്കാരനെ അവയെല്ലാം അറിയിക്കണം. ഈ ഉൾപ്രേരണകൾ നിന്നെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ, അതായത് നിന്റെ ആത്മാവിൻ്റെയോ മറ്റ് ആത്മാക്കളുടെയോ നന്മയ്ക്കുള്ളതാണെങ്കിൽ അവ അനുസരിക്കണമെന്ന് ഞാൻ പറയുന്നു. അവ അവഗണിക്കരുത്. എന്നാൽ അതെല്ലാം ചെയ്യുന്നത് നിന്റെ കുമ്പസാരക്കാരൻ്റെ ഉപദേശത്തോടു കൂടെ ആയിരിക്കണം. രണ്ടാമതായി, വിശ്വാസത്തിനും സഭയുടെ അരൂപിക്കും ചേരാത്ത വിധമാണ് ഈ ഉൾപ്രേരണകളെങ്കിൽ അവയെ ഉടനെ തള്ളിക്കളയണം. എന്തെന്നാൽ അവ ദുഷ്ടാരൂപിയിൽ നിന്ന് വരുന്നതാണ്. മൂന്നാമതായി, ഈ ഉൾപ്രേരണകൾ പൊതുവായി ആത്മാക്കളെ സംബന്ധിച്ചതോ അവരുടെ രക്ഷയെ ഉദ്ദേശിച്ചുള്ളതോ അല്ലെങ്കിൽ അവയെ കാര്യമായി പരിഗണിക്കേണ്ടതില്ല. അവയെ അവഗണിക്കുന്നതാണ് ഉചിതം. നീ ഒരിക്കലും തനിയെ നയിക്കപ്പെടാൻ ഇടയാകരുത്. ദൈവകൃപകളുണ്ടെങ്കിലും വഴിതെറ്റാൻ ഇടയുണ്ട്. എളിമ, എളിമ, എപ്പോഴും എളിമ. നിനക്ക് തനിയെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എല്ലാം പൂർണ്ണമായും ദൈവകൃപയിലൂടെ മാത്രമാണ് സാധ്യമാകുന്നത്. ആത്മാക്കളിൽ നിന്ന് വലിയ വിശ്വാസം ദൈവം ആവശ്യപ്പെടുന്നുവെന്ന് നീ എന്നോട് പറയുന്നു. കൊള്ളാം. നിനക്കു തന്നെ ആദ്യം ഈ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. ഒരു വാക്കുകൂടി, ഇതെല്ലാം ശാന്തതയോടെ സ്വീകരിക്കുക. ഒരു കുമ്പസാരക്കാരൻ്റെ വാക്കുകൾ. സിസ്റ്റർ, ദൈവം നിനക്ക് വേണ്ടി വളരെ പ്രത്യേക കൃപകൾ ഒരുക്കുകയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ സ്ഫടികം പോലെ പരിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കുക. മറ്റുള്ളവർ നിന്നെപ്പറ്റി എന്തും വിചാരിക്കട്ടെ. ദൈവം നിനക്ക് മതിയായവനാണ്, അവൻ മാത്രം. എൻ്റെ നൊവിഷ്യേറ്റിൻ്റെ അന്ത്യത്തിൽ ഒരു കുമ്പസാരക്കാരൻ, ഫാദർ തിയഡോർ ആഗാം, എന്നോട് പറഞ്ഞു, നന്മ ചെയ്ത് ജീവിക്കുക. അങ്ങനെ നിന്റെ ജീവിതത്തിൻ്റെ താളുകളിൽ എനിക്ക് ഇപ്രകാരം രേഖപ്പെടുത്താൻ സാധിക്കട്ടെ: അവൾ നന്മ ചെയ്ത് ജീവിച്ചു. ദൈവം നിന്നിൽ ഇപ്രകാരം പ്രവർത്തിക്കട്ടെ. മറ്റൊരിക്കൽ ആ കുമ്പസാരക്കാരൻ എന്നോട് പറഞ്ഞു, സുവിശേഷത്തിലെ വിധവയെപ്പോലെ ദൈവസന്നിധിയിൽ വർത്തിക്കുക. ഭണ്ഡാരത്തിൽ അവളിട്ട ചില്ലിക്കാശിന് മൂല്യം കുറവായിരുന്നെങ്കിലും മറ്റുള്ളവരുടെ വലിയ സംഭാവനകളേക്കാൾ ദൈവസന്നിധിയിൽ അതിന് വലിയ മൂല്യമുണ്ടായി. മറ്റൊരവസരത്തിൽ ഇതായിരുന്നു എനിക്ക് ലഭിച്ച നിർദ്ദേശം: നിന്നെ സമീപിക്കുന്ന എല്ലാവർക്കും സന്തോഷം ഉളവാക്കാൻ തക്കവിധം പെരുമാറുക. നിന്റെ ചുറ്റും സന്തോഷം വിതയ്ക്കുക. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് നിനക്ക് വളരെ ലഭിച്ചിട്ടുണ്ട്. ഉദാരമായി മറ്റുള്ളവർക്കും കൊടുക്കുക. ഒരുപക്ഷെ അവർ നിന്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊടുക മാത്രമേ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. എങ്കിലും ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞവരായി നിന്റെ അടുക്കൽ നിന്ന് പോകട്ടെ. ഞാൻ നിന്നോട് ഇപ്പോൾ പറയുന്ന വാക്കുകൾ മനസ്സിൽ സൂക്ഷിക്കുക. വീണ്ടും മറ്റൊരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു:
നിന്റെ വഞ്ചി ആഴത്തിലേക്ക് തള്ളി നീക്കാൻ ദൈവത്തെ അനുവദിക്കുക. ആന്തരിക ജീവിതത്തിൻ്റെ അളക്കാനാവാത്ത ആഴങ്ങളിലേക്ക് അത് നയിക്കപ്പെടട്ടെ. നൊവിഷ്യേറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ മദർ ഡയറക്ടറസുമായി ഉണ്ടായ സംഭാഷണത്തിൻ്റെ കുറച്ച് ഭാഗം. സിസ്റ്റർ, ലാളിത്യവും എളിമയും നിന്റെ ആത്മാവിൻ്റെ ഭൂഷണമായിരിക്കട്ടെ. എപ്പോഴും വിശ്വസിച്ചുകൊണ്ട്, ഇപ്പോഴും എളിമയിലും നിഷ്കളങ്കതയിലും നിറഞ്ഞുകൊണ്ട്, എല്ലാറ്റിലും സംതൃപ്തമായി, എല്ലാ സാഹചര്യത്തിലും സന്തോഷിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ ജീവിക്കുക. നിന്റെ എളിമയും നിഷ്കളങ്കതയും മൂലം മറ്റുള്ളവർ ഭയപ്പെടുന്നിടത്ത് നീ ശാന്തതയോടെ കടന്നു ചെല്ലും. സിസ്റ്റർ, നിന്റെ ജീവിതം മുഴുവൻ ഇത് ഓർക്കുക. പർവ്വതങ്ങളിൽ നിന്ന് താഴ്വരയിലേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ എളിമയുള്ള ആത്മാവിലേക്ക് ദൈവകൃപകൾ ഒഴുകിയെത്തുന്നു. ഓ എൻ്റെ ദൈവമേ, ഈ ആത്മീയ ശിശുത്വം നീ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് നന്നായി അറിയാം. നിന്റെ പ്രതിനിധികളിലൂടെ നീ നിരന്തരം ഇത് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നു. എൻ്റെ സന്യസ്ത ജീവിതത്തിൻ്റെ ആരംഭത്തിൽ സഹനങ്ങളും പ്രതിസന്ധികളും എന്നെ ഭയപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്തു. അതിനാൽ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എല്ലാ കാര്യങ്ങളിലും ദൈവ തിരുമനസ് നിറവേറ്റുവാനുള്ള ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കുമായി ഞാൻ അപേക്ഷിച്ചു. എന്തെന്നാൽ തുടക്കം മുതലേ എൻ്റെ ബലഹീനത ഞാൻ മനസ്സിലാക്കിയിരുന്നു. കർത്താവ് എൻ്റെ ഉൾക്കണ്ണുകൾ തുറന്നു തന്നതുകൊണ്ട് ഞാൻ എന്താണെന്ന് നല്ലവണ്ണം അറിഞ്ഞിരുന്നു. ഞാൻ ദുരിതങ്ങളുടെ ഒരു ഗർത്തം തന്നെയായിരുന്നു. അതിനാൽ എന്നിലുണ്ടായിരുന്ന നന്മകളെല്ലാം പൂർണ്ണമായും അവിടുത്തെ കൃപയാണെന്ന് ഞാൻ അറിയുന്നു. ഈ ദുരിതാവസ്ഥയെക്കുറിച്ചുള്ള അറിവ് മൂലം അവിടുത്തെ കരുണയുടെ ആധിക്യത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒരു കണ്ണാൽ ഞാൻ എൻ്റെ നികൃഷ്ടാവസ്ഥയെയും നീചത്വത്തെയും കാണുകയും മറ്റേ കണ്ണാൽ അവിടുത്തെ കരുണയുടെ ആഴം ദർശിക്കുകയും ചെയ്തു. ഓ എൻ്റെ ഈശോയെ, അങ്ങ് എൻ്റെ ജീവൻ്റെ ജീവനാണ്. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വമല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എല്ലാ ആത്മാക്കളും അവിടുത്തെ നന്മ അറിയണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹമെന്നും അങ്ങ് നന്നായി അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഈശോയെ, എന്തുകൊണ്ടാണ് ആത്മാക്കൾ അങ്ങയെ ഒഴിവാക്കുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഓ ഈശോയെ, എൻ്റെ ഹൃദയത്തെ ചെറു കഷ്ണങ്ങളായി നുറുക്കി ഓരോ കഷ്ണവും ഒരു പൂർണ്ണ മുഴുഹൃദയമാക്കി അങ്ങയെ സ്നേഹിക്കാത്ത ഹൃദയങ്ങൾക്ക് വേണ്ടി അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, എൻ്റെ ഓരോ തുള്ളി രക്തത്തിലും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത തെളിയിക്കാൻ സന്തോഷത്തോടെ എൻ്റെ രക്തം ചിന്താനും ഞാൻ സന്നദ്ധയാണ്. ഓ ദൈവമേ, അങ്ങയെ അറിയുന്തോറും അങ്ങ് എനിക്ക് അഗ്രാഹ്യനാണ്. എന്നാൽ ഓ ദൈവമേ, ഈ അഗ്രാഹ്യത അങ്ങ് എത്ര വലിയവനാണെന്ന് എന്നെ മനസ്സിലാക്കി തരുന്നു. ഓ നാഥ, അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈ അവസ്ഥയാണ് എൻ്റെ ഹൃദയത്തെ നിനക്കായി വീണ്ടും ജ്വലിപ്പിക്കുന്നത്. ഓ ഈശോയെ, എൻ്റെ ആത്മീയ നയനങ്ങൾ അങ്ങിൽ ഉറപ്പിക്കാൻ അങ്ങ് അനുവദിച്ച നിമിഷം മുതൽ ഞാൻ സമാധാനം കണ്ടെത്തുകയും സംതൃപ്തിയാവുകയും ചെയ്തു. ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ആത്മാവ് എൻ്റെ സ്നേഹത്തിൻ്റെ ലക്ഷ്യമായ അങ്ങിൽ ലയിച്ച നിമിഷം
ഞാൻ എൻ്റെ ലക്ഷ്യം കണ്ടെത്തി. അങ്ങയോട് ഉപമിക്കുമ്പോൾ എല്ലാം ശൂന്യമാണ്. ഓ ഈശോയെ, എൻ്റെ വഴികളിൽ ഞാൻ അനുഭവിച്ച സഹനങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, എളിമപ്പെടുത്തലുകൾ, തകർച്ചകൾ, സംശയങ്ങൾ എല്ലാം അങ്ങയോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയെ ഉജ്ജ്വലിപ്പിക്കുന്ന ചുള്ളികളായിരുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ ഭ്രാന്തവും അപ്രാപ്യവുമാണ്. എൻ്റെ സഹനത്തെ അങ്ങിൽ നിന്ന് മറച്ചു പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പരിശ്രമങ്ങൾക്കും നല്ല പ്രവൃത്തികൾക്കും പ്രതിഫലം ലഭിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈശോയെ, അങ്ങ് മാത്രമാണ് എൻ്റെ ഏക പ്രതിഫലം. എനിക്ക് അങ്ങയെ മാത്രം മതി. ഓ എൻ്റെ ഹൃദയത്തിൻ്റെ നിക്ഷേപമേ, എൻ്റെ സഹനങ്ങൾ അവഗണിച്ചുകൊണ്ട് അയൽക്കാരുടെ സഹനത്തിൽ ഹൃദയാർദ്രതയോടെ പങ്കുചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, എൻ്റെ സഹനങ്ങളെപ്പറ്റി അവരോ അങ്ങ് പോലുമോ അറിയരുതെന്നാണ് എൻ്റെ ആഗ്രഹം. സഹനം ഒരു വലിയ കൃപയാണ്. സഹനത്തിലൂടെ ആത്മാവ് രക്ഷകനെ പോലെയാകും. സഹനത്തിലൂടെയാണ് സ്നേഹം സ്ഫടികമാക്കപ്പെടുന്നത്. എത്രമാത്രം സഹിക്കുന്നുവോ അത്രമാത്രം സ്നേഹം പവിത്രമാകുന്നു.